എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചെയ്യുന്ന വീഡിയോ വളരെയധികം പേഴ്സണലായിട്ടൊരു വീഡിയോ ആണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് വെച്ചാൽ അധ്യാപനമായിരുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കുക, ട്യൂഷന്, അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്ഥാപനത്തിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. പിന്നീട് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് വേറൊരു ജോലി നോക്കേണ്ടി വന്നു. വേറെ കോഴ്സുകളൊന്നും ഞാൻ പഠിച്ചില്ല. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ എത്തിപ്പെട്ടത് ഒരു ധനകാര്യ സ്ഥാപനത്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വന്നുപെട്ടത്. കറക്റ്റ് പറഞ്ഞാൽ ഒരു ബാങ്കിലാണ് വന്നുപെട്ടത്, അതും ഒരു പ്രൈവറ്റ് ബാങ്കിൽ. അപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കും പബ്ലിക് ബാങ്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. ഈ ചാനലിൽ ആകെ ഒരു 310 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 310 പേരും ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അടുത്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഒട്ടുമിക്കവരും ചില സമയത്ത് നമുക്കറിയാം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും സാഹചര്യ സമ്മർദ്ദം മൂലവും സാമൂഹിക സമ്മർദ്ദം മൂലവും സോഷ്യൽ പ്രഷറെല്ലാം കാരണം നമ്മൾ ചില സമയം നമുക്ക് മനസ്സിന് വിപരീതമായിട്ടൊരു തീരുമാനം എടുത്തേണ്ടി വരേക്കാം. പൈസയ്ക്ക് പുറകെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്ത് പോകേണ്ടി വരും. അത് പക്ഷേ വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് ഉദാഹരണം എൻ്റെ ജീവിതം തന്നെയാണ്. അത് നിങ്ങൾക്ക് വരരുത്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അതുകൊണ്ട് എൻ്റെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം? ശരിക്കും പ്രശ്നം എന്താണ്? നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരെയും കണക്ക് നമ്മളെല്ലാം വിചാരിക്കുന്നത് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, ശമ്പളം കിട്ടിയാൽ സമാധാനം വരും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. പക്ഷേ ഇത് വിചാരം മാത്രമാണ്. ശമ്പളം കിട്ടിയാൽ എല്ലാ പ്രശ്നവും മാറുമെന്ന് വെച്ചാൽ ഇല്ല. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 40% പ്രശ്നങ്ങൾ തീരും. പക്ഷേ ഈ ബാക്കി 60-ലാണ് കാര്യം. ഈ 60% പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ മനസ്സ് കയ്യിൽ നിന്ന് പോകും. ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് തമാശ പറയുന്നതല്ല. നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ജോലിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. നമ്മൾ രാത്രിയിൽ കാണുന്ന സ്വപ്നം പോലും മറ്റൊരാൾ നമുക്ക് വേണ്ടി എഴുതി വെച്ച സ്വപ്നമാണെന്ന് തോന്നിക്കളയും. കാരണം ഭയാനകമായ സ്വപ്നങ്ങൾ, പേടിക്കുന്ന സ്വപ്നങ്ങൾ, നമ്മളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീപ്പിക്കുന്ന സ്വപ്നങ്ങൾ. തമാശ പറയാൻ തോന്നും, പക്ഷേ തമാശയല്ല, ജീവിതമാണ്. ശരിക്കും അതാണ്. നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് സപ്രസ് ചെയ്ത് വെച്ചിരുന്ന് അവസാനം രാത്രിയാകുമ്പോൾ അതെല്ലാം കൂടെ നമുക്ക് എങ്ങനെയും വരും. നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാവും. ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനെക്കാട്ടി നമുക്ക് ദേഷ്യമാവും. പിന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടാവും. നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു പണമുള്ള ജോലിക്ക് പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റും. നമുക്ക് ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന 2 വീലറോ 4 വീലറോ വീട് വെക്കാനോ ഒക്കെ മേടിക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നമുക്ക് എന്താ പറയുക, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും. ഒന്ന്, മനസ്സമാധാനക്കേട് ഓൾറെഡി നമ്മൾ ഇഷ്ടപ്പെടാത്ത ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ലോൺ കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി വേണോ? ഇഷ്ടപ്പെട്ട ജോലിക്ക് ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കാം, അത് തരുന്ന പേയ്മെൻറ്റ് വളരെ കുറവായിരിക്കാം. പക്ഷേ സമാധാനമുണ്ടെങ്കിൽ, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ, നമുക്ക് അത് തരുന്നൊരു ധൈര്യം വേറെയാണ്. ജീവിതത്തിൽ നമുക്ക് എന്തിനേയും നേരിടാൻ കിട്ടുന്നൊരു ധൈര്യം വേറെയാണ്. പണം വേണം, ആവശ്യത്തിന് വേണം. നമുക്കൊരു അസുഖം വന്നാലോ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ പണം വേണം, ഉറപ്പായിട്ടും വേണം. പക്ഷേ എന്ന് പറഞ്ഞ് പണം മാത്രമാകരുത് ചിന്ത. അതായത് വേറൊരാൾ നിർവചിക്കുന്ന ഒരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ പ്രഷർ ചെയ്ത് വിടുന്ന ജോലിയിലേക്ക് ഒരിക്കലും എടുത്തു ചാടി പോകരുത് എന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രീതികൾ മൊത്തത്തിൽ മാറുമെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് നമ്മളോട് തന്നെ ഒരു താല്പര്യമില്ലാത്തതായി മാറും. എങ്ങനെയെങ്കിലും ദിവസം അവസാനിക്കുക, പിറ്റേന്ന് എണീക്കുക, ഒരു അവധി ദിവസം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ അവധി ദിവസവും നമ്മളിങ്ങനെ ചിന്തിച്ച് ആ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഇല്ലാതായി തീരുന്ന അവസ്ഥയാണ് വരുന്നത്. നമ്മൾ തന്നെ വിചാരിക്കും നമുക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഇതിനെ വന്ന് കയറേണ്ട അവസ്ഥ എന്തായിരുന്നു, അതിൽ തന്നെ തുടർന്നാൽ പോരായിരുന്നോ, അല്ലെ അതേപോലെ ഒരു വിദ്യാഭ്യാസം എടുത്താൽ പോരായിരുന്നോ എന്ന് നമ്മൾ തന്നെ പലപ്പോഴും ആലോചിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ കൈവിട്ടു പോകും. അങ്ങനെ നമ്മൾ സ്വയം പഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. പക്ഷേ ഈ സങ്കടം ആരോട് പറയാൻ പറ്റും?
നമ്മുടെ വീട്ടുകാരോട് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടുകാരോട് പറയാൻ പറ്റില്ല, നമ്മളെ സ്നേഹിക്കുന്നവരോട് പറയാൻ പറ്റില്ല. അവർക്കും മനസ്സിലാവും നമ്മുടെ മാറ്റം കാണുമ്പോൾ അവർക്കും മനസ്സിലാവും. ഇതേപോലെ ഒരു ജോലിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മാറ്റം അവരെയും ബാധിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ബന്ധുക്കളും അതായത് ഞാൻ പറയുന്നത് നമുക്ക് നമ്മളോട് ശരിക്കും ഇഷ്ടമുള്ള താല്പര്യമുള്ള ബന്ധുക്കളാരെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, ശരിക്കും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ജോലിയിൽ എത്തിപ്പെട്ടാൽ, പണത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ സോഷ്യൽ പ്രഷറിൻ്റെ പുറകിലോ എടുക്കുന്ന ജോലിയിലോ എത്തിപ്പെട്ടാൽ ശരിക്കും നമ്മളുടെ മാറ്റങ്ങൾ അവരെയും ഒരുപാട് ബാധിക്കും. അവരുടെയും ഉറക്കം പോവും, അവരുടെയും ഭക്ഷണം ശരിയാവത്തില്ല. നമ്മളിനി അവരെ പൈസ കൊണ്ട് മൂടി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അവരും ഓക്കെ അല്ല. അത് എൻ്റെ അച്ഛനും അമ്മയിലും ഉണ്ടായ മാറ്റം, എൻ്റെ സഹോദരിയിലുണ്ടായ മാറ്റം, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയിലുണ്ടായ മാറ്റം, ഇതെല്ലാം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ, ഇവർക്കുണ്ടായ അവസ്ഥ, ഞാൻ കാരണം അവരിലുണ്ടായ ഈ അവസ്ഥ, ഞാൻ എടുത്ത തീരുമാനം, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ജോലി എന്നുള്ള ആ തീരുമാനം എന്നെ ബാധിച്ചതും എൻ്റെ കുടുംബത്തെയും ബാധിച്ച പോലെ നിങ്ങൾക്കും ബാധിക്കാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഇനി ഇത് എല്ലാവരുടെയും കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ, അതായത് ഇഷ്ടപ്പെടാതെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്നറിയത്തില്ല. നമ്മളല്ലാതായി മാറി തീരും. നമ്മൾ വേറെ പലരുടെയും ശബ്ദമായി തീരും. അതായത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമുള്ള ചെറിയൊരു പാവയായിട്ട് മാത്രം നമ്മൾ മാറി തീരും. അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കും. നമ്മൾ അത് ചെയ്യാൻ നിർബന്ധിതരാകും. നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും ഒന്നും നോക്കത്തില്ല, അത് നമ്മൾ ചെയ്തേ തീരൂ എന്നുള്ളതാവും. ലാഭത്തിൻ്റെ പുറകിൽ മാത്രമാകും നമ്മൾ പോക്ക്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. മനുഷ്യന് ഒരു സഹായം ചെയ്യണം, മനുഷ്യന് ഒരു നന്മ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 10 രൂപ എങ്ങനെ അവൻ്റെ പോക്കറ്റിലോട്ട് എത്തിച്ചു കൊടുക്കാം എന്നുള്ളൊരു മാർഗ്ഗം മാത്രമായി നമ്മൾ തീരും. ആ മാർഗ്ഗത്തിനിടയ്ക്ക് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നു പോകും, എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. നമുക്ക് തന്നെ ഭ്രാന്തായി മാറും. നമ്മൾ ശരിക്കും നമ്മളല്ലാതായി മാറും. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു നന്മയുണ്ടല്ലോ, മറ്റുള്ളവർക്ക് നല്ലത് വരണം, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം എന്ന് നമ്മൾ കുട്ടിക്കാലത്തെല്ലാം നമ്മൾ വിചാരിച്ചൊരു ആഗ്രഹമുണ്ടല്ലോ, ഞാൻ വലുതായി കഴിഞ്ഞാൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമാണ്. അതെല്ലാം നമ്മൾ തന്നെ വേണ്ടെന്ന് വെക്കും. നമ്മൾ തന്നെ അതിനെയെല്ലാം കൊന്നു കുഴിച്ചു മൂടും. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കൊന്നു കുഴിച്ചു മൂടും. നമ്മൾ പിന്നീട് ജീവിക്കുന്നൊരു ശവമായിട്ട് ശരിക്കും മാറും. ഞാൻ അങ്ങനെ മാറി. അതുകൊണ്ടാണ് ആ ഒരു മാറ്റം തിരിച്ചെനിക്ക് വേണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ മാറിപ്പോയി. അത് മറ്റൊരാളാവുന്നത് കാണാനുള്ള ഒരു ത്രാണി എനിക്കില്ല. അങ്ങനെ ഒരാൾ ആ ഒരു അവസ്ഥയിൽ വന്ന് പെടാൻ എനിക്ക് ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചുറ്റും പിന്നീടൊരു നിസ്സഹായാവസ്ഥയാണ്. നമ്മളെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല, നമ്മളെപ്പോലും സഹായിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോകുന്ന പോലെയാണ്, ഒരു ചുരുളി എന്നൊക്കെ പറയല്ലേ. നമ്മൾ എത്ര ഇറങ്ങാൻ നോക്കിയാലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം പണം വേണം ജീവിതം മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ നമ്മൾ പിന്നീട് മനസ്സിലാക്കും, ആ പണത്തിന് പുറമെ നമ്മൾ കുറേ ലോൺ എടുത്ത് വെക്കും. നമ്മുടെ സമൂഹം പറയും അത് വേണം ഇത് വേണം, നിനക്കിപ്പോൾ ജോലി ആയാലും അതെടുക്ക് ഇതെടുക്ക്, ഇത് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീണ്ടും സമൂഹം പ്രഷർ ചെയ്യാൻ തന്നുകൊണ്ടേയിരിക്കും. ആ പ്രഷറിൻ്റെ പുറത്ത് നമ്മളറിയാതെ തന്നെ നമ്മൾ ശമ്പളം ഉണ്ടല്ലോ, ലോൺ അടയ്ക്കാം, നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, കടം വാങ്ങിച്ചു കൂട്ടും. ഈ കടത്തിന് പുറത്ത് നമ്മൾ വീണ്ടും കുരുങ്ങും. നമുക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വീണ്ടും മുറുകിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേറൊരു സാധനം പഠിക്കാനോ വേറൊരു കാര്യം ചെയ്യാനോ നമ്മൾ പറ്റാതാവും. അതിനവർ സമ്മതിക്കത്തുമില്ല. അതാണ് അതിൻ്റെ മേജറായിട്ടുള്ള കാര്യം. കാരണം രാവിലെ നമ്മൾ പോകുന്നു, വൈകുന്നേരം രാത്രിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മൾ ഒന്നുമല്ലാത്തൊരു ഈ അവസ്ഥയിലാണ് വീട്ടിൽ വന്ന് കയറുന്നത്. സ്വന്തമായി ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള താല്പര്യം നമ്മളുടെ ഉള്ളിൽ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക, പഠിക്കുക, പുതിയൊരു കാര്യം അറിയുക, നമുക്കൊന്നുമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഫോണിൽ നോക്കി സമയം ചിലവഴിച്ച് ആ ദിവസം തള്ളി നീക്കാനേ, നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ തീർക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. ഇതിന് പുറകിൽ പലരും, എൻ്റെ കൂടെയുള്ള പലരും ലഹരിയുടെ പുറകിൽ പോയതും ഈ ഒരു കാരണം കൊണ്ടാണ്. എല്ലാം മറന്ന് അവരെന്തായിരുന്നു ശരിക്കും എന്തായിരുന്നു അത് മറക്കാൻ വേണ്ടി അവർ പലരും ലഹരി ഉപയോഗിക്കുക, പല മാർഗ്ഗങ്ങൾ തേടുക, അതിനെല്ലാം പുറകിൽ പോകേണ്ട ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എന്ത് നേടിയെടുക്കാം, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ആദ്യം നമ്മൾ ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ തല്ലി തകർത്ത് വിടുന്നത്. ബാക്കിയുള്ള മനുഷ്യരെ നമ്മളെ ബ്രിട്ടീഷുകാരുടെ സമയത്തോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊക്കെ നമ്മുടെ അടിമകളാക്കി വെച്ച് നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മളതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നവരാണെങ്കിൽ പലതിനും നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. ഇവിടെ സമരമില്ല, ഒന്നുമില്ല, പറയുന്നത് അതേപോലെ കേട്ടല്ലേ പറ്റത്തുള്ളൂ. കാരണം പണം എന്ന് പറയുന്ന സാധനം അത് നമ്മളെ വല്ലാതെ മുറുക്കി കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടിമയായേ പറ്റത്തുള്ളൂ, അവർ പറയുന്നത് ചെയ്തേ പറ്റത്തുള്ളൂ. ശരിക്കും ഞാൻ പണ്ട് വേറെ ആരോ പറഞ്ഞ് കേട്ടതാണ്, ശരിക്കും എന്താണ് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. അതാണ് ശരിക്കും ഇതിന് ആപ്റ്റായിട്ട് തോന്നുന്നത്. നമ്മൾ ശരീരം വിൽക്കുന്നവരെ നമ്മൾ വ്യഭിചാരം എന്ന് പറയാറുണ്ട്, പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇതും ഒരു തരം വിൽപ്പനയാണ്.
നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ജോലിയിലേക്ക് നമ്മൾ സമൂഹത്തിന് തരുന്ന പ്രഷർ കൊണ്ട് നമ്മളൊരു ജോലിയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇതൊരു വ്യഭിചാരം തന്നെയാണ്. ഇത് ശരിക്കും നമ്മൾ വിൽക്കുന്നത് നമ്മുടെ ശരീരമല്ല, പകരം വിൽക്കുന്നത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ സോളാണ് നമ്മളവിടെ വിൽക്കുന്നത്. വേറൊരാൾക്ക് നമ്മുടെ സോൾ നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു വ്യഭിചാരത്തിനാണ് അങ്ങനെയാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കറക്റ്റ് ഇംഗ്ലീഷ് വാക്കിൽ പറഞ്ഞാൽ വൈറ്റ് കോളേഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. വൈറ്റ് കോളേഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ശരിക്കും എനിക്ക് എല്ലാ ദിവസവും അത് തന്നെയാണ് തോന്നുന്നത്. ഞാൻ എന്നെ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് മുറിയിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നു. ഞാൻ പുറം ലോകം സൂര്യാസ്തമയവും സൂര്യോദയമൊക്കെ നമുക്കിപ്പോൾ അതൊക്കെ ഒരു കിട്ടാക്കനിയാണ്. നമ്മൾ വെള്ളം കുടിക്കണമെങ്കിൽ പോലും വേറൊരാൾ വിചാരിക്കണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും വേറൊരാൾ തീരുമാനിക്കണം, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് വേറൊരാൾ തീരുമാനിക്കണം, നമ്മളെങ്ങനെ സംസാരിക്കണമെന്ന് വേറൊരാൾ തീരുമാനിക്കണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വേറൊരാൾ തീരുമാനിക്കണം, നമ്മൾ ആരുടെ കൂടെ എപ്പോൾ സമയം ചിലവഴിക്കണമെന്ന് പോലും അവർ തീരുമാനിക്കണം. നമുക്ക് ഒരു ദിവസം ഒന്ന് വീട്ടിൽ നിൽക്കണം, നമ്മുടെ വീട്ടുകാരുമായിട്ട് ചിലവഴിക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും അവർ സമ്മതിക്കത്തില്ല. അതിന് അവരുടെ പെർമിഷൻ വേണം, അതിന് നമ്മൾക്ക് അനുവാദം തരണം. എന്തൊരവസ്ഥയാണല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് സമയമെടുത്താലും ശരി, കുറച്ചധികം സമയം എടുത്താലും ശരി, ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത് മാത്രമാണ്. കുറച്ചധികം സമയം എടുത്താലും ശരി, പണത്തിനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പണത്തിനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. പണമുണ്ടായാലും നമ്മളെ ആൾക്കാർ ബഹുമാനിക്കും, സ്നേഹിക്കും, ശരിയാണ്. പക്ഷേ നമ്മളല്ലാതായി മാറും. പണം വേണം, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലിയിലൂടെ കിട്ടിയാൽ പോരെ. ഇഷ്ടപ്പെടാത്തൊരു ജോലിയിലൂടെ കിട്ടി പണം കിട്ടും, പക്ഷേ അതിനൊപ്പം തന്നെ പലതും നഷ്ടപ്പെടും. പലതും നഷ്ടപ്പെടുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ പെട്ടുപോയിട്ടുണ്ടാകാം, എൻ്റെ കണക്ക് തന്നെ പെട്ടുപോയിട്ടുണ്ടാകാം. നമ്മൾ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. ആ പെട്ടുപോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ പണമല്ല ഏറ്റവും പ്രധാനം, പണത്തിനൊപ്പം മനസ്സമാധാനം കൂടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടപ്പെടാനും നമ്മളിഷ്ടമുള്ളവർക്കൊപ്പം സമയം ചിലവാക്കാനും നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. നമ്മൾ യാത്രകൾ ചെയ്യാനും വായിക്കാനും ഒന്നും നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തോളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ. അത് എൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ്, ഇത് വേറൊരാൾക്കും വരരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ചാനലിലുള്ള ആൾക്കാർ ഒട്ടുമിക്കവരും എന്താ പറയുക, ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ എന്ത് ജോലി വേണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആ ഒരു തീരുമാനം നല്ല രീതിയിൽ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. നമ്മൾ +2 കഴിഞ്ഞിട്ട് സയൻസ് എടുത്ത പോലോ കൊമേഴ്സ് എടുത്ത പോലോ ഹ്യൂമാനിറ്റീസ് എടുത്ത പോലോ അല്ല, ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് എടുത്ത പോലോ അല്ല. നമ്മുടെ ജോലിയാണ് നമ്മളെ നിർവചിക്കുന്നത്. വാട്ട് ഡിഫൈൻസ് അസ് ഈസ് വാട്ട് വി ഡു ഇൻ അവർ ലൈഫ്. നമ്മൾ എന്ത് ജോലി കൊണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ലൈഫ് നിങ്ങൾ തിരിച്ച് എൻ്റെ കറക്റ്റ് വീഡിയോയുടെ സമ്മറി അവസാനം മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, എല്ലാം തിരിഞ്ഞു മറിഞ്ഞു ആയി പോകുന്നുണ്ട്. പക്ഷേ ശരിക്കും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളുടെ രാത്രിയിൽ നിങ്ങൾ വന്ന് നമ്മൾ പറഞ്ഞ ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല സിനിമയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ രാത്രിയിൽ വന്ന് നമുക്ക് സമാധാനത്തോടു കൂടി ഞാൻ ഇന്ന് അത് ചെയ്തു, ഞാൻ ഇന്ന് അയാളെ സഹായിച്ചു, ആ ഒരു മനസംതൃപ്തിയോട് വന്ന് കൂടിക്കിടന്ന് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ, ആവശ്യത്തിന് വസ്ത്രവും ആവശ്യത്തിന് ഭക്ഷണവും കൊണ്ട് നമുക്ക് കിടക്കാനൊരു കൂരയുമുണ്ട്, അതിനൊപ്പം ഒരു മനസമാധാനത്തോടുകൂടി എനിക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റി എന്ന് ആത്മനിർവൃതിയോടുകൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും സമാധാനം തരുന്ന കാര്യം. അപ്പോൾ ആ ഒരു സമാധാനം കിട്ടുന്ന ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. അതിന് കുറച്ച് സമയമെടുത്താലും വേണ്ടില്ല. കാരണം ഞാനും ഇതേപോലെ ആയിരുന്നു. ഞാനും വിചാരിച്ചു പൈസ കിട്ടുമ്പോൾ ഇതെല്ലാം മാറും, പൈസ കിട്ടുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ ഞാൻ എന്ത് ജോലിയും ചെയ്യും, എനിക്കതൊന്നൊരു പ്രശ്നമല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനും പോയത്. പക്ഷേ ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ ചെന്ന് ആ കുരുക്കറിയത്തുള്ളൂ. പുറമേ നിന്ന് കാണുന്ന പോലെയല്ല. ഈ വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് ഫ്രണ്ടിലിരിക്കുന്നത് വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. നമ്മൾ ഈ മഴ കൊണ്ടും വെയിൽ കൊണ്ടും നടക്കുമ്പോൾ ആ ഒരു കിട്ടുന്നൊരു ഇതുണ്ട്. അതൊന്നും അവിടെ അതെല്ലാം നമ്മളതെല്ലാം എന്താ പറയുന്നത്, വിലക്കപ്പെട്ട കനികളായി മാറും. ആ ഓരോ അവധി ദിവസവും പിറ്റേന്ന് നമ്മൾ ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചെടുക്കുക, നല്ല തീരുമാനമെടുക്കുക. കുറച്ച് വൈകിയാലും വേണ്ടില്ല, നിങ്ങളെന്താണോ ആ ഒരു മാർഗ്ഗത്തിലൂടെ തന്നെ പോവുക. നിങ്ങൾക്കെതിരായിട്ടൊരു മാർഗ്ഗത്തിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക. കാരണം ആ ഒരു ജോലിയാണ് നിങ്ങളുടെ അടയാളമായിട്ട്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക.